ആണ് നോക്കിയ ശേഷം അറിയാൻ പറ്റും. നോക്കാം, അതവിടെ എല്ലാം ഫയർ, അതെല്ലാം അവിടെ സിറ്റുവേഷൻ അനുസരിച്ച് ബാക്കി നോക്കാം എന്താണ് സംഭവിച്ചത്. അറിയില്ല, അത് ചെക്ക് ചെയ്യാം. അത് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ പ്രതികരണമാണ് കേട്ടത്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനിയുടെ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടാവുകയും 2 സ്ത്രീകൾ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വൈഷ്ണവ എന്ന പേരാണ് ഒരാളുടേത്, മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വലിയ ദുരൂഹതയൊക്കെ തന്നെ തുടക്കത്തിൽ ആരോപിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് തീ പിടിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങൾ സ്ഥിരീകരിക്കാറായിട്ടില്ല. ഞങ്ങളുടെ പ്രതിനിധി ജിബിൻ ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. ജിബിൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംഭവ സ്ഥലത്ത് എത്തിയോ? മൃതദേഹങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത്? തീപിടുത്തത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? പ്രജീഷ്, ഈ ഒരു തീപിടുത്തവുമായി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരുന്നത്. കാരണം എങ്ങനെയാണ് ഇവിടെ തീ പിടിച്ചതെന്നും, കാരണം ഈ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ത്രീ മാത്രമാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ 2 മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റാരാണ് ഈ കൂടെ ഉണ്ടായിരുന്നതെന്ന തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ ഈ ഒരു തീ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഇതിനകത്തുള്ള AC പൊട്ടിത്തെറിച്ചതാകാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കടയിൽ, അതായത് ഇവിടെ സ്ഥിരമായ ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു വൈഷ്ണ എന്ന് പറയുന്ന 35 വയസ്സുകാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർ ഇതിന് സമീപത്തുള്ള ഒരു ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചേട്ടാ, ഇത് ആരാണ്? ഇത് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമാണ്, അപ്പോൾ എപ്പോഴും വന്നു പോകുന്ന ഒരു കടയായിരിക്കാം. ആരാണെന്ന് അറിയാമോ? ഇത് കുട്ടി താമസിക്കുന്നത് ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. ദിക്കുവലിക്കുളം എന്ന് ദിക്കുവലിക്കുളത്തിൻ്റെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഇപ്പോൾ 2 കൊച്ചുങ്ങളുണ്ട്, ഒരു മോനും ഒരു മോളുമാണ്. മിക്കവാറും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പോകാറുണ്ട്. ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതാണ്. എത്ര മണിയോട് കൂടിയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത്? ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ സമയത്ത് ഉണ്ണാൻ പോയിരുന്നു. പക്ഷേ 1:30-ക്ക് ശേഷം 2-നകത്താണ്. അല്ല, കസ്റ്റമർ ഉണ്ടായിരുന്നു 2 പേര്. പുതിയതായിട്ട് ഇത് ഇൻഷുറൻസ് എടുക്കാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അതേ അത് കുട്ടിയെന്ന് അറിയില്ല. ഒരു സ്റ്റാഫേ ഉള്ളൂ, സ്റ്റാഫ് ഒരാളെ ഉള്ളൂ, ഒരു പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇൻഷുറൻസ് എടുക്കാൻ വന്നതായിരിക്കാം. അത് തന്നെയാണ് പ്രതീക്ഷ. അതായത് ഈ ഒരു ഇൻഷുറൻസ് കമ്പനി ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. ഇതൊരു ചെറിയ മുറിക്കെട്ടണം. അതായത് ഈ പാപ്പനംകോട് ജംഗ്ഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ബാലരാമപുരത്തേക്ക് വരുമ്പോൾ വലത്തെ വശത്തായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണ്. ഒരു കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മുറി മാത്രമുള്ള ഒരു ബിൽഡിംഗാണ്. ഇത് ചെറിയ രീതിയിൽ കാലപ്പഴക്കമുണ്ട്. കാരണം ഇതിൻ്റെ സീലിംഗ് ഒക്കെ തന്നെ പൊളിഞ്ഞ ഒരു അവസ്ഥയിലുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ തീ പിടിച്ചത് എന്നുള്ള ഒരു കാര്യം ആദ്യം ഘട്ടത്തിൽ ദുരൂഹത ഉണ്ടായിരുന്നെങ്കിൽ പോലും 2ാമത് ഇവിടെ നിന്ന് ഈ തീയൊക്കെ അണച്ച ശേഷം മൃതദേഹം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഉള്ളിലേക്ക് കടന്ന സമയത്താണ് ഇതിനുള്ളിൽ 2 മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഇത് ആരുടെയൊക്കെ മൃതദേഹങ്ങളാണ് ഇതിൽ ഉള്ളിലുള്ളതെന്ന കാര്യം സംശയമുണ്ടായിരുന്നത്. അത് പക്ഷേ അവർക്ക് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ സാധിച്ചത് ഇവിടെ ജോലി ചെയ്യുന്ന 35 വയസ്സുകാരിയായിട്ടുള്ള സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വൈഷ്ണ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവർക്ക് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടുള്ളത്. 2ാമതായി ഇവിടെ എത്തിയത് ലഭ്യമാകേണ്ടതുണ്ട്. TS ഹരികൃഷ്ണനുണ്ട്. ഹരി, വൈഷ്ണവ എന്ന പെൺകുട്ടിയാണ് ഒരാൾ. മറ്റ് മരിച്ച ആ സ്ത്രീയെക്കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? എതിർവശത്തൊക്കെ CCTV ഒക്കെ കാണുമല്ലോ. അത് സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആ ദൃശ്യങ്ങൾ, അതായത് ആ തീ പിടിക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചത് ഇതുവരെ സ്വിഗ്ഗി ഓടാൻ പോകുന്ന അജിത്ത് എന്ന് പറയുന്ന ആളാണ്. അജിത്തിനൊപ്പം ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ എനിക്കൊപ്പം ഉണ്ട്. നിങ്ങളാണല്ലോ ഇതിനകത്തേക്ക് കയറി ആ തീ പിടിച്ച സമയത്ത്. അപ്പോഴൊക്കെ എന്തായിരുന്നു? ആദ്യം ഭയങ്കര സൗണ്ട് ഇതൊക്കെ ആയിരുന്നു, പുകയായിരുന്നു, അകത്ത് കയറാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വെള്ളം തന്നു. ഞാനും ഈ പുള്ളി വേറെ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കയറി വെള്ളം ഒഴിച്ചു. KSB വർക്ക് ചെയ്യുന്ന ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്നു. വെള്ളം ഒഴിച്ച് അണയ്ക്കാൻ മാക്സിമം നോക്കി, അപ്പോഴേക്കും അണഞ്ഞില്ല. പിന്നെ പുറകിലുള്ള വാതിൽ ചവിട്ടി തുറന്നു അകത്തോട്ട് കയറാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കെട്ടി കുറച്ചൊക്കെ അകത്ത് കയറിയപ്പോഴേക്കും മരിച്ചിരുന്നു. നിങ്ങൾ അപ്പോൾ ആ കാണുന്ന സമയത്ത് മോശം അവസ്ഥയായിരുന്നു? തീരെ മോശം അവസ്ഥയായിരുന്നു. ഏകദേശം എല്ലാം കത്തിപ്പോയിരുന്നു. അപ്പോൾ അതായത് ഞാൻ ആ ദൃശ്യങ്ങൾ പകർത്തിയവരെ കണ്ടതുകൊണ്ട് അവരുടെ അടുത്ത് സംസാരിച്ചതാണ്. നേരത്തെ പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് അവിടെ നടന്നത്, തീ പിടിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇപ്പോഴും ഈ പരിശോധന ഇതുവരെ അവസാനിച്ചിട്ടില്ല. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ള കാര്യം ഗൗരവമായി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മാത്രമല്ല ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. നോക്ക്, ആ കടയ്ക്കകത്തുള്ള ഫാനിൻ്റെ ലീഫൊന്നുമില്ല, അത് മുഴുവൻ കത്തി നശിച്ചു. സീലിംഗ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ കത്തി നശിച്ചു. തൊട്ടടുത്തൊരു അലമാര ഇരിപ്പുണ്ട്, അതിൽ കുറേ ഫയലുകൾ കാണാം, അതെല്ലാം കത്തി നശിച്ചു. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ മാത്രം ആണ് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത്. AC ഇരുന്ന ഭാഗം കാണാം, പക്ഷെ അതും
പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും കത്തി നശിച്ച ഒരു സ്ഥിതി. വെള്ള പെയിൻ്റ് അടിച്ചിരുന്ന ചുവര് മുഴുവൻ കറുത്ത് തീപിടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നെ ചില കസേരകളുണ്ട്, ഒരു തടി മേശ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായും കത്തി നശിച്ച ഒരു അവസ്ഥയാണ് ആ കടയ്ക്കകത്ത് നമുക്ക് തൊട്ട് താഴെ വെളിയിൽ നിന്ന് കടയിലോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വൈഷ്ണവ എന്ന പെൺകുട്ടി എന്തായാലും പുതിയ ഡീറ്റെയിൽസ് എടുക്കുക. രണ്ടാമത്തെ മൃതദേഹം അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുക. എന്തായാലും കാലപ്പഴക്കം ഉള്ള കെട്ടിടമാണ് എന്നാണ് ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.